ഗൈസ് നമ്മൾ 4 ദിവസത്തെ ട്രിപ്പ് പോയാണ്. നമ്മൾ ഈ പമ്പിൽ കയറ്റിയിട്ട് വണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി കയറ്റി 10,000 റുപ്യക്ക് വണ്ടി ഫുൾ ടാങ്ക് ഡീസലായി. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മുടെ ട്രിപ്പ് വരുന്നത് അതിരപ്പള്ളിയിലാണ്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നത് അവിടെ താഴത്തൊരു പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് എളുപ്പവഴിക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതേ കണ്ടോ, അവിടെ സൈഡിലായിട്ട് നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കൂടെ 1-2 ടാക്സി വണ്ടികൾ അപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ട്. നമ്മുടെ വണ്ടി നല്ല സേഫായിട്ടൊരു സ്ഥലത്തേക്ക് സൈഡിലോട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാനാണ് പോയത്. ഈ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ച് തിരിച്ച് ഇതായിട്ട് നമ്മളത്തേനും ഗസ്റ്റ് വിളിച്ചു. അപ്പോൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ നേരെ ഗസ്റ്റ് എൻട്രൻസിൽ ഇറങ്ങി നിന്ന് ഗസ്റ്റിനെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് കാലടി ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് പോയത്. നമുക്ക് മൂന്നാറിലോട്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ കാലടി ഫോറസ്റ്റ് ഏരിയയിൽ കൂടി പോണ വഴിയാണ് കാണുന്നത്. ചെറിയ റോഡ് അത്രയ്ക്ക് നല്ല റോഡല്ല, ചെറിയ ഗട്ടറുണ്ട്. അപ്പോൾ അതിലൂടെ പയ്യൊക്കെയാണ് നമ്മിങ്ങനെ പോണത്. അപ്പോൾ 2 സൈഡും കാടും ഈ നമ്മുടെ പനയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പനത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു അങ്കനവാടി കണ്ടപ്പോൾ അതിൻ്റെ ഇതെടുത്തതാണ്. ചുറ്റും ഫെൻസിനൊക്കെ അടിച്ച് അതിൻ്റെ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ തെങ്ങ് നിൽക്കുന്ന പോലെയാണ് പനയും ഇതൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നേരിമംഗലം ബ്രിഡ്ജാണ്. നമ്മൾ ഏകദേശം മൂന്നാറിനോട് അടുത്തെത്താനായപ്പോൾ മൂന്നാറിനായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ നേരിമംഗലം ബ്രിഡ്ജ്. ഈ നേരിമംഗലം ബ്രിഡ്ജ് ബ്രിട്ടീഷ് സമയത്ത് പണിതതാണ്. ഇത് ഏകദേശം ഒരു 100 വർഷത്തിന് മേളിലായിട്ട് ഉണ്ട്. ഇപ്പോൾ ഇത് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ പുതിയ പാലത്തിൻ്റെ പണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ വേറൊരു ഫീലാണ് വരുന്നത്. ഒരേ സമയം ഒരു വണ്ടി മാത്രമേ ഇതിലേ കടന്നു പോകുള്ളൂ, ബാക്കിയുള്ള വണ്ടികളവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലണത് ചീയപ്പാറ വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ ചീയപ്പാറ വാട്ടർഫോൾസിൽ വെള്ളമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും വണ്ടി അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. കാരണം വെള്ളമില്ല, മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റിനെ നമ്മൾ സ്പൈസ് ഗാർഡൻ കൊടുത്തു. സ്പൈസ് ഗാർഡനിലോട്ട് നേരെ പോയി. അവർക്ക് ഗാർഡൻ കാണണം എന്ന് പറഞ്ഞു. ഏകദേശം നമ്മൾ വൈകുന്നേരമായി അവിടെ എത്തിയപ്പോൾ ഗാർഡൻ കിടക്കാനായപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ അവർക്ക് ഗാർഡൻ കാണണം എന്ന് എന്തായാലും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്പൈസ് ഗാർഡനിലോട്ട് വണ്ടി കയറ്റി ഗാർഡൻ ഇതാക്കി. അത് കഴിഞ്ഞ് ഇത് ഗസ്റ്റിൻ്റെ റൂം എത്താനായിട്ടുള്ള ഇതാണ് ഈ കാണുന്നത്. ഗസ്റ്റിൻ്റെ റൂമിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്ത് നല്ല ബ്ലോക്കായിരുന്നു. മൂന്നാറിൽ പള്ളിവാസലായിരുന്നു റൂം. ഈ കാണുന്ന ജീപ്പാണ് ഗസ്റ്റിനെ കൊണ്ടുപോകാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഗസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മൊരു സൈഡിലോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ആ ജീപ്പിലാണ് അവിടെ പോകുന്നത്. നമ്മുടെ വണ്ടി പോയി കഴിഞ്ഞാലല്ല നമ്മുടെ വണ്ടി പോയില്ല. ആ ജീപ്പിൽ 4x4 ജീപ്പ് മാത്രം പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഗസ്റ്റിനെ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുള്ള് ബ്ലോക്കായി. നല്ല ക്യൂ ആണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം ആ ക്യൂ അതുകൂട്ടാണ് നിന്നിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് വണ്ടി അവിടെ തന്നെ സൈഡ് ഒതുക്കി പാർക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം കഴിഞ്ഞ് ബാക്കി നാളെ കാണാം. ബൈ.